അവർക്ക് ചെത്തമയ്യ നേരമില്ല. അവരെവിടെ പോയി ചുമ്മാ എന്നോന്ന് പറയുന്നേ. അത് ചെത്താന് നേരമില്ല. മാങ്ങയും ആ നാരങ്ങയൊന്നും അറിയാൻ നേരമില്ല. പെയ്യവിടെ പെണ്ണേ. ഓ പെണ്ണേ, ഈ നാരങ്ങയും മാങ്ങയും ചെത്താൻ നേരമില്ലേ? വരണന്നെ. നിങ്ങൾ പറയുമ്പോ ചെത്താൻ പറ്റണ്ടേ? മനുഷ്യന് ജോലികളില്ലേ? എന്തൊരു ജോലി? അത് കൊള്ളാം, നല്ല ചോദ്യം. എന്തൊരു ജോലി എന്നാ? ഈ വീട്ടിൽ ഈ ജോലി ഒന്നും ചെയ്യണം നിങ്ങൾക്ക് കണ്ടൂടെ അമ്മ? ഏ ഈ വീട്ടിൽ ഈ ജോലിയൊന്നും നിങ്ങൾക്ക് ചെയ്യണത് കണ്ടൂടെ അമ്മേ? അയ്യോ, അറപ്പോത്തി എടുത്തില്ല. മാറി സാധനം കൊടുക്കും. അറപ്പോത്തി എടുത്തില്ല. അതുപോലെ ഇവിടെ കൊണ്ട് വെച്ചിരുന്ന അങ്ങോട്ട് ദാണ്ട എല്ലാം എടുത്ത് വെച്ചിരുന്നു, കൊണ്ടുവരാൻ മറന്നു. നീ മാങ്ങ നാരങ്ങയും കൊണ്ട് തന്നിട്ട് എവിടെ പോയാ? ഞാൻ എന്റെ വീട്ടിൽ പോയെന്ന് പറഞ്ഞില്ലേ അമ്മ? നിങ്ങളെ വീട്ടിൽ പോയാ? ഓ, വീട്ടിൽ ആരി? എന്റെ വീട്ടിൽ ആരാണുള്ളത്? അമ്മേ. ഓ, അവരിഞ്ഞി വരൂല്ലേ? അവര് 15-ാം തീയതി കഴിഞ്ഞിട്ട് വരാന്ന്. 15-ാം തീയതി കഴിഞ്ഞിട്ടാ? വന്നാ നമ്മളുടെ കൂട്ടൊന്നുമില്ല. അതെന്ത് കൂട്ടില്ലാത്ത? എന്റെ കൂടെ കൂട്ടല്ല. പറഞ്ഞ ഒന്ന് കേക്കേ അവര്. ഞാൻ പറഞ്ഞ അവര് കേക്കൂലേ? അത് അവര് പറഞ്ഞ ഞാൻ കേക്കൂലേ? അവര് പറയണതല്ലേ അമ്മ നിങ്ങൾ കേക്കാത്തത്? അല്ലേ അല്ലേ അവര് പറയണതല്ലേ നിങ്ങൾ കേക്കാത്തത്? എന്തേരി എന്റെ അമ്മ പറയാനാക ഞാരി? നാളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ ഞാൻ കേക്കായിരിക്കണ. എന്നാ നാളെ എവിടെ പോണ? എവിടെയെങ്കിലും ഞാൻ മരിച്ചു പോവും. എന്നാര് പറഞ്ഞ? അങ്ങനെയല്ലേ ഇത് നാള്. ഏത് നാള്? ഇപ്പടുത്ത നാള്, പോയ നാള്. ഇത് പോയ നാള് പുതുതായിട്ട് വന്നേണ? പഴയ നാളല്ലേ? പഴയ നാളല്ല, അല്ലേ? പോയ നാളാണ്. പോയ നാളിലും മരിച്ചു പോവും. ആര് പറഞ്ഞ? അരിക്കണ അല്ല, അച്ഛനും ഈ പൂയ നാളില് നിങ്ങൾ മരിച്ചോന്ന് ആരാണ് പറഞ്ഞ? പൂയ നാള് വെള്ളം തരുന്ന വീട്ടിൽ. അല്ലമ്മ, ഞാൻ ചോദിക്കണത്, നിങ്ങൾ ഈ പൂയ നാളില് മരിക്കുമല്ലോ, ഇപ്പൊ പൂയ നാളായിട്ട് മരിക്കുമെന്ന് ആര് പറഞ്ഞതാര്? മാതിന്ന് ചോദിക്കുമ്പോ മരവിന്ന് പറയാതമ്മ. അമ്മ നിങ്ങളെ പൂയ നാളില് മരിക്കുമല്ലോ, എന്തെങ്കിലും മരിച്ചുവോ? അതാര് പറഞ്ഞതാര്? ഞാൻ പറഞ്ഞു. അല്ലാതെ വെളിയുന്നാരും പറഞ്ഞല്ല. അങ്ങനെ. പിന്നെ ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞതാ മണ്ണന്തലത്തെ പോറ്റി പറഞ്ഞെന്ന്. മണ്ണന്തലത്തെ പോറ്റി അവരാണ് ജാതകോറ്റി ചെയ്തത്. ആര്? ആദ്യമേ പോറ്റി. ഏത് പോറ്റി? ഈ മണ്ണന്തല ഇരുന്ന പോറ്റി. പോറ്റിയാണോ ജാതകം എഴുതിയ? എന്തായിരുന്നു ജാതകം എഴുതിയ? ജാതകോറ്റി വീട്ടിൽ കൊണ്ട് തന്നു. എന്തായിരുന്നു തന്നത്? അത് അയാള് എഴുതിയത് അയ്യം. അയ്യോ, എഴുതിയത് കയ്യക്ഷരം മോശോ അതേ എഴുതിയത് തെറ്റായി പോയാ? അയ്യം. കയ്യക്ഷരോ? കയ്യക്ഷരം തെറ്റായി. അയാള് എഴുതിയത് അയ്യം. അമ്മ അതേനമ്മ എഴുതിയത് എന്താണ് എഴുതിയത്? എന്താണ് തെറ്റെന്താണ്? അയ്യോ എന്ന് പറയാൻ അമ്മ, അയ്യോ എന്ന് പറയാൻ കാര്യം എന്തെന്ന്? അയാളെ എഴുതിയത് നമുക്ക് അതല്ലെങ്കിൽ ഈ ജ്യോത്സ്യന്മാർ എഴുതുന്ന ആർക്കും വായിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് വായിക്കാൻ പറ്റാത്തയാണോ പ്രശ്നം? എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാ. പിന്നെ നിങ്ങളെ കൊണ്ട് ഒരു തരത്തിലല്ലല്ലോ ശോഭനയെ ശല്യം. അയാള് പറ്റിയ എന്റെ വീട്ടിൽ വന്നു. ഏത് വീട്ടില്? ഇവിടെ. ഏത്? എന്റെ വീട്ടിൽ. പഴയ വീട്ടിലാ? എന്തിന് വന്ന? എന്തിന്? അവരെയൊക്കെ വന്ന എന്തിന്? അങ്ങേരും കോവിലിൽ നിന്ന് പോകണമെന്നോ പറഞ്ഞു. കോവില് പോണെന്ന് പറയാൻ വന്നാ? പോണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 13 വയസ്സായി. 13 വയസ്സുള്ളപ്പോഴാ? ഞാൻ പോവാൻ പറഞ്ഞു. നിങ്ങളാണ് എനിക്ക് ജാതകം ചെയ്ത്. നിങ്ങള് ജാതകം എഴുതിയതുകൊണ്ടാണ് ഞാൻ എങ്ങനെ ആയിപ്പോയെന്ന് പറഞ്ഞ? അങ്ങനെ പറഞ്ഞ അമ്മ? എനിക്ക് ആരുമില്ലാത്തത്. ഓ, അങ്ങേര് ജാതകം എഴുതിയത് നേരെ ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് ആൾക്കാരുണ്ടായിരുന്ന. ഒന്ന് പോയാൻ എണീറ്റ്. ഒരുത്തരും ഇല്ല. അമ്മയും മരിച്ച്, അച്ഛനും മരിച്ച്, അപ്പൂപ്പനും മരിച്ച്. ആരുണ്ട്? അപ്പൊ ആരുമില്ല. അമ്മയും അച്ഛനും അപ്പൂപ്പനും അല്ലാതെ വേറെ ആരും നിങ്ങൾക്ക് ഇല്ലേ? എനിക്ക് ആരുമില്ലേ?
അമ്മ ചച്ച വീട്ടിൽ അമ്മ നിങ്ങൾക്കൊരു മോനില്ലേ? മോനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മോൻ മോമാ വളരുന്നതല്ലേ മോൻ ഉണ്ട്, മോൻ പോരെ. ഓരോരുത്തർക്കും എനിക്ക് മക്കളില്ല എന്നുള്ള സങ്കടമാണ് പറയണത്. അവർക്ക് അമ്മയില്ല, അനിയത്തിയില്ല, ചേച്ചിയില്ല. അപ്പൊ ഈ അനിയത്തിയും ചേച്ചിയൊക്കെ ഉള്ളവര് നല്ല സന്തോഷത്തോടെ തന്നെ ജീവിക്കണത്. അമ്മ ഒരു കൂടപ്പിറപ്പും പണ്ടത്തെ കാലത്തെ പോലെ ഇന്ന് സഹകരിക്കൊന്നുമില്ല അമ്മ. മോനും കൊള്ളാം. മോൻ എന്നെ നോക്കണം. പിന്നെ നിങ്ങൾ ആരാണ് നോക്കണത്? എന്നെ അന്വേഷിക്കണം. അത് നിങ്ങൾ ആരാണ് അന്വേഷിക്കുന്ന? ആരാണ്? അവൻ കണക്കണക്കിന് മീൻ നാം തിരിഞ്ഞു നോക്കണം. അല്ല ഇപ്പൊ അവൻ തിരിഞ്ഞു നോക്കണില്ലേ? അവൻ എന്ത് ചെയ്യണം? പിന്നെ എന്ത് ചെയ്യണം? അവൻ എന്ത് ചെയ്യണോ? വൈകുന്നേരം വരണം 5 മണിക്ക്. ഓ അതാണ് പ്രശ്നം. അപ്പൊ രാവിലെ തൊട്ട് നിങ്ങളെ നോക്കിക്കൊണ്ടിരുന്ന പ്രശ്നം തീരുവോ? പൊന്നു ശോഭനെ, നിങ്ങളെ കൊണ്ട് ഒരു തരത്തിലല്ല ശല്യം. അവൻ നേരം വെളുത്ത് ഇറങ്ങി പോയാലേ കുടുംബം മുന്നോട്ട് പോവുള്ളൂ. അതറിയാവോ? നമുക്ക് പറഞ്ഞേക്കാം. അവൻ കേട്ടില്ല. ഒരു പാത്രം വാങ്ങിച്ചേരാൻ പറഞ്ഞു. എന്തിന്? ഈ കൊടപ്പനക്കുന്ന് മുഴുവൻ കത്തിക്കാനാ? എനിക്ക് ഇച്ചിരി വെള്ളോട്ട് വിട്ടു. ഇപ്പൊ തന്നെ ഒരു ദിവസം 16 തവണ കുടിക്കണം. അത് പോരെന്ന്. അമ്മ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു അടുപ്പ് വാങ്ങിച്ചതാ നിങ്ങൾ ആഹാരം തിന്നോ? നാലിച്ച് കഞ്ഞി വയ്ക്കുക. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ തേയില മാത്രമല്ലേ കുടിക്കുള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെ കഞ്ഞി വയ്ക്കും? അല്ലമ്മ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ ഒരു അടുപ്പ് തന്നാൽ നിങ്ങൾ ചോറ് വയ്ക്കുവോ? തേയില മാത്രമല്ലേ കുടിക്കുള്ളൂ. അപ്പൊ പിന്നെ ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് അടുപ്പ് വാങ്ങിച്ചു തരാത്ത. മനസ്സിലായാ? നിങ്ങൾക്ക് അടുപ്പ് വാങ്ങിച്ചു തന്നാൽ നിങ്ങൾ പട്ടിണിടന്ന് ചാവും. അവസാനം എല്ലാരും പറയും ഞങ്ങൾ നിങ്ങൾക്ക് ആഹാരം തരാതെ നിങ്ങൾ ചത്തുപോയെന്ന്. അങ്ങനെയല്ലേ നടക്കുള്ളൂ? ആണോ? അപ്പൊ പിന്നെ ഉണ്ടായി. ഞാനിത് ചോദിച്ചോണ്ട് ഇന്റെ വീട്ടിൽ പോയാ ആരുടെ ചോദിക്കണം? ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരിരിക്കണം? എന്റെ വീട്ടിൽ പോയാ ഭർത്താവിന്റെ അമ്മയുടെയും കെട്ടുകൊണ്ടേ വീട്ടിൽ പോവാണ്. ഭർത്താവിന്റെ അമ്മേരിൽ ചോദിക്കണമായിരുന്നാ? ചോദിച്ചുകൊണ്ടാണ് വീട്ടിൽ പോവാൻ. അങ്ങനെ ഉണ്ടോ? അല്ലെങ്കിൽ കുഴപ്പമെന്തമ്മ? അല്ലാതെ ഉപ്പയ്ക്കൂടാ. ഉപ്പയ്ക്കൂടെ? പോയ എന്ത് കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. ഭർത്താവിന്റെ അമ്മയുടെയും ചോദിച്ചുകൊണ്ടേ പോവാള്. തന്നെ? പണ്ട് നിങ്ങളെ വീട്ടിൽ പോയപ്പോ നിങ്ങളെ ഭർത്താവിന്റെ അമ്മയുടെ അനുമതിയൊക്കെ ചോദിച്ചു? എന്നെ കെട്ടിച്ചയച്ചില്ലേ? കെട്ടിച്ചയച്ചില്ലേ? 13 വയസ്സ് കഴിഞ്ഞ തന്നെ? കെട്ടിച്ചയച്ചിരുന്നെങ്കിൽ നിങ്ങൾ ചോദിക്കുമായിരുന്നാ? എന്റെ വട്ടി ചോദിക്കും. പറയണ അമ്മയാന്ന് വെച്ചാൽ ആള് ഈ കൊടങ്ങിരിക്കുന്നു. പിന്നെ അപ്പൂവന്റെ പറയുക. അപ്പൂവന്റെ പറഞ്ഞ വരുമോ? പിന്നെ ആരുടെ പറയണ? പിന്നെ ആരുമില്ല. അതായത് നിങ്ങളെ ഭർത്താവിന്റെ കൂടെ ചോദിക്കൂല, ഭർത്താവിന്റെ അമ്മേരേലും ചോദിക്കൂല. ഞാൻ എന്റെ ഭർത്താവിന്റെയും എന്റെ ഭർത്താവിന്റെ അമ്മേരേലും ചോദിക്കണം അല്ലേ? ഓ എന്റെ പൊന്നമ്മച്ചി, നിങ്ങള് നേരെ ആയിരുന്നെങ്കി എന്നെ കൊന്നനായിരുന്നു. എങ്ങനെ ചോദിക്കണോ? ഓ അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇന്നിപ്പോ ഭർത്താവിന്റെ ചോദിച്ച് ഇനി പോകുമ്പോ നിങ്ങളേലും കൂടെ ചോദിക്കാം. പോരെ? സന്തോഷമായോ യുവതി? ആയോ? പൊന്നപ്പോ, ഓ പറയാതിരിക്കാൻ വയ്യ നിങ്ങളാ. ഞാൻ ഇത് കഴുകിക്കൊണ്ടോ? കഴുകിട്ടരിയാം. കൊച്ചുങ്ങൾക്കൊരു പാപ്പെടുത്ത്. കൊച്ചുങ്ങൾക്കൊരു പാപ്പെടുത്ത്. ഓ പാത്രത്തിലിട്ട് വെക്കാം, അടച്ചു വെക്കാം. എവിടുന്ന് വാങ്ങിച്ചത്? ഇത് മരുതൂര് ചന്തയിൽ നിന്ന് വാങ്ങിച്ചത്. മരുതൂര് ചന്തയിൽ നിന്നും വാങ്ങിയത്. ഇതാ? ഓ എത്ര രൂപ? 2 കിലോ 100 രൂപ. 2 കിലോ 100 രൂപ? 2 കിലോ എത്ര രൂപ വരുവോളാ? ഇല്ല അമ്മ, ഇതില് 3 എണ്ണം കൂടെ ഉണ്ടായിരുന്നു. 3 എണ്ണം ഞാൻ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്ത്. എന്റെ അമ്മയ്ക്ക് കൊടുക്കാനേ എന്റെ ചെറുക്കന്റെ പൈസ. ഇത് നിങ്ങളെ ചെറുക്കന്റെ പൈസക്ക് വാങ്ങിച്ചാൽ ഇത് എന്റെ പൈസക്ക് വാങ്ങിച്ചിരുന്നു. പ്രശ്നം തീർന്നല്ല. എന്റെ പൈസക്ക് വാങ്ങിച്ചാൽ എന്റെ അമ്മയ്ക്ക് കൊടുക്കാമോ? 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 എന്നെ കൊടുക്കാമോന്ന്? കൊടുത്തുകൂടാ. അതും കൊടുത്തൂടെ? എന്റെ പൈസക്ക് വാങ്ങിച്ചാ എനിക്ക് തന്നെ? ശരി. ചവയ്ക്ക് പിള്ളേർക്ക് മാറ്റിയായി. പിള്ളേർക്ക് മാറ്റാം.
കൊള്ളാമോ? മധുരം ഉണ്ടോ? മടിയിൽ വയ്യമ്മ, അവരൊക്കെ വീണ് ക്രീച്ചായിരിക്കും. മധുരമുണ്ട്. മധുരത്തിന്റെ ഉണ്ടാ? ഇതൊക്കെ ഉണ്ട്. പറ്റില്ല. പറ്റില്ല. പാണ്ടി വേണോ? പോയിട്ടില്ലേ? ഇത് വച്ചിരേ അമ്മ, നമുക്ക് ലാസ്റ്റ് ആ ബക്കറ്റ് ഇടാം. അവിടെ നിന്ന് പോയിട്ടില്ലേ നിങ്ങള്? പിന്നെ ഏത് ചന്തയിൽ പോയിട്ടുണ്ട്? ഇന്നാള് പറഞ്ഞു എനിക്ക് നാലാഞ്ചിറയൊന്നും അറിഞ്ഞുകൂടാന്ന്. ചെറുക്കന്റെ സ്കൂളിൽ അമ്മ പോ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. വാങ്ങിക്കുന്നേ? വേണ്ട വേണ്ട വേണ്ട. വാങ്ങിക്കമ്മ. വേണ്ട വേണ്ട. കലി വരൂലേ? നാലാഞ്ചിറ ചന്തയിൽ പോവായിരുന്നാ? പോയിട്ട് എന്തൊക്കെ വാങ്ങിച്ചോണ്ട് വരും? അവിടെ ഇതൊന്നും കിട്ടൂലേ? മാങ്ങയൊന്നും കിട്ടൂലേ? അവിടെ മാങ്ങ ഒക്കെ ഉണ്ട്. അമ്മയില് പോണ. അമ്മയില് പോണ. നിങ്ങള് പോവൂലേന്നാ? ഞാൻ പോവില്ല. നിങ്ങള് പോവൂലേ? അതെന്ത്? ഞാൻ അവിടെ പോയില്ല. നിങ്ങൾ ഒരു ചന്തയിലും പോവൂലേ? പിന്നെ നിങ്ങൾ മീൻകറിയൊക്കെ വെക്കണ എങ്ങനെയായിരുന്നു? അമ്മ വാങ്ങിച്ചോണ്ട്. അമ്മയുടെ കാലശേഷം അമ്മ മരിച്ചപ്പോ നിങ്ങൾ മീൻകറിയൊക്കെ വെച്ചില്ലേ? ആര് പറഞ്ഞപ്പോ അമ്മ നിങ്ങൾ റോട്ടിൽ നിങ്ങൾ റോട്ടിൽ പോയി മീൻ വണ്ടിയിൽ വാങ്ങൂന്ന് പറഞ്ഞാ? നീ ഒരു കൊണ്ടെത്തുന്നേ. നീ ഒരു കൊണ്ടെത്തുന്നു. നീ ഒരു കൊണ്ടെത്തുന്നു. വേണോ? എനിക്കണ്ട. നീ ഒരു കൊണ്ടെത്തുന്നു. നീ എന്തിന് പിള്ളേർക്ക് നാളെ പിള്ളേർക്ക് തന്നെ. അത് പിള്ളേർക്ക് നിങ്ങളാ മോനും. പിള്ളേർക്കും നിങ്ങളെ മോനും തന്നെ ചെത്തി വെക്കണം. ചീത്തയാവൂലേ? ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെക്കും. മാങ്ങാനും വെക്കുന്നുണ്ടോ? അതെന്തത്? ദാണ്ട് ഇവിടെ ഒരു പെട്ടി ഇരിക്കണില്ലേ? ആ പെട്ടിക്കകത്ത് വെച്ച ചീത്തയാവൂല. ഉണ്ണിയൊക്കെ അതിനകത്ത് വെച്ച ചീത്തയാവാതിരിക്കൂ. അതിനകത്ത് തുണിയൊന്നും വയ്ക്കൂല അമ്മ. തുണിയൊന്നും വയ്ക്കൂലേ? ആഹാര സാധനങ്ങൾ. നിങ്ങളെ കാര്യം. ഒരു ബാംബു ബോയ്സ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് കേട്ടാ. അതിനകത്തുനിന്ന് കുറെ കാട്ടുവാസി ആൾക്കാര്, കാട്ടിൽ താമസിക്കുന്ന കുറെ ആൾക്കാര് ഭൂമിയിൽ വരും. വന്നിട്ട് അവരിതെന്നെ ചാതനോ ഇതെന്നെ ചാതനോ എന്ന് ചോദിക്കും. അതുപോലെയാണ് നിങ്ങളും. എത്ര രൂപ നാരങ്ങ? ഇത് 100 രൂപ അമ്മ. ചെറിയ 100 രൂപ. 2 കിലോ ഉണ്ട് 100 രൂപയെന്ന് പറഞ്ഞു. അത് ഞാൻ വാങ്ങിച്ചു. ഇത് ഞാൻ അച്ചാറിടാൻ പോണമ്മ. അമ്മ ഇന്നാളെ ഞാൻ ചെന്നപ്പോ പറഞ്ഞ് ഈ നാരങ്ങ കാണണമെങ്കിൽ വാങ്ങണേന്ന് പറഞ്ഞു. മനസ്സിലായ? അപ്പൊ ഇന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തായാലും അമ്മയ്ക്ക് വാങ്ങണം. അപ്പൊ ഞാൻ എനിക്കും കൂടെ വാങ്ങിച്ചു. ഓണാവാറായി അമ്മ. ഇതിപ്പോ ജൂൺ ആയില്ലേ? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഓണത്തിന് 2 മാസം കൂടെ ഉണ്ട്. ദാന്നും പറഞ്ഞു 1 വർഷം പോയല്ലേ. കഴിഞ്ഞ വർഷം നിങ്ങളെ വീടിനകത്ത് കയറി ചോറൊക്കെ തീറ്റിച്ച് ഓർമ്മയുണ്ടാ? അമ്മ കഴിഞ്ഞ വർഷേ നിങ്ങൾ ഈ വീടിനകത്ത് കയറി ചോറൊക്കെ തിന്നത് ഓർമ്മയുണ്ടാ? ഓർമ്മയില്ലേ? ഓർമ്മയുണ്ടാ? ഓണത്തിന് ഇപ്രാവശ്യം കേറോ? അതെന്ത്? ഓണത്തിന് ഈ പ്രാവശ്യം എന്റെ മനയിൽ ചോറ് മതി. തന്നെ ഇതിനകത്ത് കയറി തിന്നൂലേ? ഞാൻ കയറൂല. അതെന്ത്? ഇതിനകത്ത് കയറി എന്താണ് അമ്മ കുഴപ്പം? കയറി എന്താണ് കുഴപ്പം? എന്താണ്? ഞാൻ കയറിയ എന്റെ രോഗം കൊണ്ട് കേറൂല. ഒരിക്കലും കേറൂലേ? ഒരിക്കലും ഞാൻ എന്റെ മരണമരം കയറില്ല. എന്തിരുന്ന്? പിന്നെ കൊന്നാലും എന്റെ മരണമരം കയറൂല. മരണം വരെ കേറൂല.
ഞാൻ ചത്താലും എന്നെ അതിൻ്റെ അകത്ത് കയറ്റത്. അതെന്തമ്മ ചത്ത കേട്ട്? ഞാൻ ഇവിടെ കിടത്താറ് പിന്നകത്ത് കിടത്താലും. പിന്നകത്ത് കിടത്താലും എപ്പോഴും വെടിയിലേ കിടത്താള്. എന്തിന്? വെടിയിലേ കിടത്താള്. എന്തിന്? പിന്നകത്ത് കിടത്താലും. എന്തിന് കിടത്തണ? ഞാൻ ചാവാൻ പാവും. പിന്നകത്ത് കിടത്താലും. കിടത്തൂലേ? മോനോട് പറയാമേ. അമ്മ നിങ്ങള് ചത്ത എന്നെ വിട്ട് പോവോ? മരിച്ചു കണ്ണാടഞ്ഞ അങ്ങ് പോവില്ലേ? മരിച്ചു പോകുമ്പോ കണ്ണാടഞ്ഞ അങ്ങ് പോവില്ലേ? പിന്നെ എന്റെ അടുത്ത് വരൂലേ? പിന്നെ ആര് വരണ? എന്റെ അടുത്ത് രാത്രിയും രാവിലെ പെണ്ണെ ചായ വേണോന്ന് പറഞ്ഞൊന്ന് വരൂലേ? വരോ? ഞാൻ വെളുപ്പാങ്കാലത്ത് അടുക്കള കഥ തുറക്കുമ്പോ പെണ്ണേ ചായ ഇങ്ങനെ എങ്ങനെ ചോദിച്ചോട്ട് വരോ നിങ്ങള്? എന്റെ പൊന്നമ്മച്ചി നിങ്ങൾ വരല്ലേ, എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിക്കും. അയ്യോ അയ്യോ, കൊള്ളാം കൊള്ളാം. കൈ നീറൂലേ? ഓ കൈ നീറണം, മുറിഞ്ഞിരിക്കണ മുറിവെല്ലാം നീറ തന്നെ. എന്നെഴുതിയിട്ട് നമുക്ക് അരിയാതിരിക്കാൻ പറ്റുമമ്മ? ചെറിയ നാരങ്ങ. ചെറിയ നാരങ്ങ. ഇതിനെ ഞാൻ ഉപ്പിലിടും അമ്മ. ഉപ്പിലിട്ട് ആദ്യം ഇതിനെ ചെറു ചൂടുവെള്ളത്തിയിട്ട് എന്റെ പുളിപ്പ് കളയും. പുളിപ്പ് കളഞ്ഞിട്ട് 2 ദിവസം ഉപ്പിലിട്ട് വെക്കും. അപ്പം ഉപ്പ് പിടിക്കും. എന്നിട്ട് ഞാൻ അച്ചാറിടും. പക്ഷെ അമ്മ അങ്ങനെയല്ല അച്ചാറിടണ. അത് ആലോചിച്ചപ്പോ തന്നെ കൊതി പറഞ്ഞു. അമ്മ ഉപ്പിലും ഇടൂല, ഒന്നിലും ഇടൂല. ചെറു ചൂടുവെള്ളത്തിയിട്ട് ഇതിന്റെ പുളിപ്പ് കളഞ്ഞിട്ട് ഇതിനെ അച്ചാറിടും. എന്തൊരു രുചിയാണെന്നറിയാമോ? എങ്ങനെയെന്തോ അവരിത് ഇട്ടണത്. അവരിടും പോലെ നമ്മളെ കൊണ്ട് പറ്റൂല. നിന്റെ അമ്മയൊക്കെ ഉണ്ടാക്കണേക്കാൾ രുചിയാണ്. നല്ല രുചിയാണോ? നിങ്ങൾ ഇതുപോലത്തെ രുചിയിൽ വേറെ തിന്നിട്ടില്ലേ? തിന്നിട്ടില്ലേ? ഞാൻ തിന്നാൻ പറ്റില്ല. ഇത്ര രുചി കടയിൽ കിട്ടൂലേ? അത് മതി, അതറിഞ്ഞാ മതി എനിക്ക്. ആഹാരം കഴിക്കുന്ന ഇപ്പഴാണ് എന്റെ ജീവിതത്തിൽ. എന്തര് ഉള്ളത് ഇപ്പൊ ഞാൻ കഴിക്കുന്നത്. അയ്യോ, ഇന്നുമ്പേ കഴിച്ചിട്ടില്ലായിരുന്നു തന്നെ. ഇന്നുമ്പേ കഴിക്കാൻ പറ്റൂല. അത് വെച്ച് കഴിക്കണ അല്ലെങ്കിൽ തന്നെ നമുക്ക് വല്ലൊരു വേണ്ട വെച്ചേരെ. അയ്യോ, ഗംഗുബായി എടുത്തോണ്ടൊന്ന് കഴിത്താ. നവയാ നാരങ്ങ എടുത്തോണ്ടിട്ട്. ഇതും കൂടെ കഴിത്താമ. ഞാൻ ജീവിച്ചിരിക്കും. നിങ്ങളൊരു ഇപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായി? 85 വയസ്സാവും. 85 ആയില്ലമ്മ, 10-62 വയസ്സേ ആവുള്ളൂ. 10-62 വയസ്സാവും. നിങ്ങളൊരു 90 വയസ്സ് വരെ ജീവിക്കും. 90 വയസ്സ് വരെ? അത്രയും ജീവിക്കുവാടാ. പിന്നെ എത്ര വരെ ജീവിക്കണം? അവസാനം വരെ ജീവിക്കൂല്ലേ അമ്മ? ആർക്കും ആരുടെ ജീവിതത്തിലും ഒരു ഉറപ്പുമില്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് അരിയണ്, നാളെ രാവിലെ ഞാൻ കാണുന്ന ഒരു ഉറപ്പുമില്ല. മനസ്സിലായ? അങ്ങനത്തെ കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോ ജീവിച്ചു പോണത്. മനസ്സിലായ? നമ്മള് ആർക്കും ഉറപ്പില്ല ഇനി അങ്ങോട്ട്. പണ്ടായിരുന്നെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു 10-30 കൊല്ലവും കൂടെയൊക്കെ എന്തെങ്കിലും പറയായിരുന്നു. അന്നത്തെ ആൾക്കാർക്ക് അത്രയും ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ അല്ലമ്മ. ഇന്ന് എല്ലാരും കഴിക്കുന്നതും വിഷം, തിന്നുന്നത് വിഷം, ശ്വസിക്കുന്നത് വിഷം, എല്ലാം വിഷം. അരിഞ്ഞു
ഇപ്പൊ കറിയില്ല. ഓ ഉപ്പ് വൃത്തിയാക്കി ഉപ്പിലൊക്കെ ഇട്ട് വെക്കാം. ഉപ്പ് വിരവിയേ വൃത്തിയാക്കി ഉപ്പ് വിരവി വെക്കും. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് രാത്രി കറി വെക്കാം. അപ്പൊ ഉപ്പ് പിടിക്കും. മനസ്സിലായാ? ഇതിനെ ചെറു ചൂടുവെള്ളത്തിലിട്ട് ഇതിന്റെ പുളിപ്പ് കളഞ്ഞിട്ട് ഇതിനകത്ത് കല്ലുപ്പിട്ട് ഞാൻ വിരവി ഒരു പാത്രത്തിൽ അമിക്കി അങ്ങ് വെക്കും. അപ്പൊ ആ കല്ലുപ്പ് അത്രയും അലിഞ്ഞലിഞ്ഞ് ഇതിൽ പിടിക്കും. എന്നിട്ട് ഇതിന്റെ നീരും കൂടെ പിടിക്കും. നല്ല രുചി. കൊതിയാവണില്ലേ? അപ്പൊ ഉപ്പ് ഞാൻ പോട്ടെ, എനിക്ക് ജോലിയുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാൻ പോണ? ഞാൻ എവിടെയൊക്കെ തൂക്കണം. വെറും ആ പഴയ തൂക്കണം. ചരുവം വെക്കണടോ. ഞാൻ വെള്ളത്തോട് മാത്രം ചെരുവത്തെ ചെരുവം മൂടി. ഇത് അങ്ങോട്ട് പോയി പറ, അങ്ങോട്ട് നോക്കി പറ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണമെന്ന് പറ. ചക്കരേനും ചവിയനും ചക്കരേനും ചവിയനും പരാനും ചെരിഞ്ഞണം. നീ പെണ്ണെ ഫോട്ടോ എടുക്കാനാ? ഇല്ല. ഫോട്ടോ എടുക്കണം തോന്നു? ഇല്ല, ഫോട്ടോ എടുക്കണില്ല. നീ ഫോട്ടോ എടുക്കാതെ ഇത് പറയില്ല. എങ്കിൽ പിന്നെ ഒന്നും കൂടെ പറ. ലൈക്ക് ചെയ്യണം, ഫോട്ടോ എടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നോക്കിക്കോന്ന് പറ. ചെയ്തില്ലെങ്കിൽ നോക്കോ? ഭീഷണിപ്പെടുത്തണം നമ്മള്. ശരി, ടാറ്റ കൊടു. ടാറ്റ കൊടുത്താലേ ചെയ്യുള്ളൂ.